രണ്ട് പ്രതിഫലം തരാ. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹു പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക. അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പടച്ചവനെ, ചരിത്രം പഠിച്ചവരാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകാൻ തീരുമാനിച്ചല്ലോ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിച്ചപ്പോ സാക്ഷാൽ ഇബ്ലീസ് പോയിട്ട് പറഞ്ഞു കൊടുക്കുകയാ, മുഹമ്മദ് നാട് വിടാൻ പോകുകയാ, കൊല്ലണമെങ്കിൽ ഇന്ന് കൊന്നുകൊള്ളണം, ഇനി ഒരിക്കലും മുഹമ്മദിനെ തൊടാൻ പറ്റൂല. പടച്ചവനെ, ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായി എല്ലാവരും കൂടെ തീരുമാനമെടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട് വളയുകയാണ്. ഊരിപ്പിടിച്ച വാളുമായി ആരുടെ കയ്യിൽ കിട്ടുന്നോ അവരെ കൊന്നുകൊള്ളണമെന്ന് പറഞ്ഞ് എല്ലാവരും മുത്തുനബിയുടെ വീട് വളഞ്ഞു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വീടിനകത്തുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അലിയേ, ഞാൻ കടന്നിരുന്ന സ്ഥലത്ത് നീ കടക്കുമോ അലിയേ? അലിയാരെ തങ്ങൾ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ, എനിക്കെന്ത് പേടിയാ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനെ കടന്നിരുന്ന സ്ഥലത്ത് അലിയാര് തങ്ങളെ കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങാൻ തയ്യാറാകുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, വാതിൽ തുറന്ന് ഇറങ്ങാ സമയമാകുമ്പോ എന്ത് ചെയ്യണമെന്നറിയോ? ഒരു പിടി മണ്ണ് വാരണേ നബിയേ, ഒരു പിടി മണ്ണ് വാരണേ നബിയേ. എന്നിട്ട് വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. യാസീനിലെ ഈ ആയത്തറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും പാരായണം ചെയ്യുന്നവരല്ലോ. എങ്കിൽ ആ ആയത്തിന്റെ മഹത്വം പഠിച്ചോ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, ഒരു പിടി മണ്ണ് വാരിയിട്ട് ഈ ആയത്ത് ഊതിയിട്ട് ആ മണ്ണിലേക്ക് ഊതിയിട്ട് വാതിൽ തുറന്നിട്ട് 4 ഭാഗത്തേക്കും വലിച്ചെറിയണേ നബിയേ, എന്നിട്ട് ഇറങ്ങിപ്പോകണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് യാത്രയ്ക്ക് തയ്യാറായി. നബി തങ്ങൾ വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരി യാസീനിലെ ആയത്തോതി മണ്ണിലേക്ക് ഊതി വാതിൽ തുറന്നു 4 ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ വാളും പിടിച്ചുകൊണ്ട് വീട് വളഞ്ഞിരുന്ന ശത്രുവിന്റെ കണ്ണിന്റെ മുമ്പിലൂടെ അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങിപ്പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആറ്റം ബോംബ് കൈവച്ചിട്ടല്ല പോയത്, AK-47 പിടിച്ചിട്ടല്ല പോയത്. ഒരു പിടി മണ്ണ് വാരിയിട്ട് ഖുർആനിലെ ഒരു ആയത്ത് ഓതിയിട്ട് മണ്ണ് വാരിയിട്ടിട്ട് ഇറങ്ങിപ്പോയെന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എടോ, ഒരു സത്യവിശ്വാസിയുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണിന് പോലും പവർ ഉണ്ടെന്ന് ഖുർആൻ പറയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങിച്ചെന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കാത്തു നിൽക്കുന്നുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, വരുന്നു അബൂബക്കറെ? ഞാൻ റെഡിയാ നബിയെ. രണ്ടുപേരും കൂടെ പോയി ഗുഹയ്ക്കകത്ത് കയറി ഇരുന്ന ചരിത്രം ഞാൻ നിങ്ങൾ പഠിച്ചവരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ അബൂബക്കർ തങ്ങളുടെ കണ്ണുനീര് നബി തങ്ങളുടെ മുഖത്തേക്ക് വീണു. നബി തങ്ങൾ ഞെട്ടി ഉണർന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തേ അബൂബക്കറെ? നബിയെ, ഗുഹയുടെ മുകളിൽ ശത്രു എത്തിക്കഴിഞ്ഞു.
ഗുഹയുടെ മുകളിൽ ശത്രുക്കൾ എത്തിക്കഴിഞ്ഞു. അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം പോലും ഈ ഗുഹയ്ക്കകത്ത് അടിക്കുന്നു നബിയെ, നമ്മളെ പിടിക്കും നബിയെ, നമ്മളെ കൊന്നുകളയും നബിയെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുകയാ, നബിതങ്ങൾ ചിരിക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ചോദിക്കുന്നു, എന്തിനാ നബിയെ ഇപ്പൊ ചിരിക്കുന്നേ, എന്തിനാ നബി ഇപ്പൊ ചിരിക്കുന്നത്? അപ്പോഴാണ് നബിതങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുത്തത്, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമിന് പഠിക്കാൻ, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമിന് പഠിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത, അബൂബക്കറെ, നമ്മൾ രണ്ടുപേരും അല്ല, മൂന്നാമതൊരാൾ കൂടെ ഈ ഗുഹയ്ക്കകത്തുണ്ട്. നമ്മൾ രണ്ടുപേരും മാത്രമല്ല, മൂന്നാമതൊരാൾ ഇതിനകത്തുണ്ട്. ആ മൂന്നാമത്തവൻ ആരെന്നറിയോ? എന്നെയും നിന്നെയും പടച്ച അല്ലാഹ്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കറെ, അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ, പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു കൊടുത്തു, ആ നിൽക്കുന്നവൻ തന്റെ കാലിലേക്ക് നോക്കണമെങ്കിൽ അവൻ വിചാരിച്ചാ പോരാ, അല്ലാഹ് വിചാരിക്കണം. അവൻ വിചാരിച്ചാ പോരാ, അവനെ പടച്ച അല്ലാഹ് വിചാരിക്കണം. അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ, പിന്നെന്തിനാ പേടിക്കുന്നത്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനും അത് തന്നെയാ നിങ്ങളോട് ചോദിക്കുന്നത്. അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനാ ഭയം? എന്ത് വന്നാലും നമുക്കെന്ത് പേടി? എന്ത് പ്രയാസം വന്നാലും പെങ്ങളെ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, അല്ലാഹു ഭയം തന്നു പരീക്ഷിക്കും. അല്ലാഹു പറയുകയാ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്, നിനക്ക് വിശപ്പ് തന്ന് അല്ലാഹു പരീക്ഷിക്കും, നിനക്ക് പട്ടിണി തന്ന് അല്ലാഹു പരീക്ഷിക്കും, നിനക്ക് ദുഃഖങ്ങൾ അല്ലാഹു തരും. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പട്ടിണി കിടന്നതുപോലെ ലോകത്താരെങ്കിലും കിടന്നിട്ടുണ്ടോ? 3 കൊല്ലം ഷേബു അബീ താലിബിന്റെ മലഞ്ചെരുവിൽ പുല്ലു പറിച്ചു കഴിച്ചിട്ടാണ് നബിതങ്ങൾ കിടന്നത്. വിശന്നിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ നബിതങ്ങൾ വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ചു കഴിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ ഇല തിന്നിട്ടുണ്ടോ? ഉണ്ടോ? പറമനുഷ്യന്മാര് തിന്നിട്ടുണ്ടോ? തിന്നിട്ടുണ്ട്. മന്തി തിന്നിട്ടുണ്ട്. മന്തി ബിരിയാണി ഇവിടെ വരെ തിന്നിട്ട് ദഹിക്കാൻ കുറച്ച് ഇലവാരി തിന്നി. ഇതാ നമ്മൾ തമ്മിലുള്ള, ഇതാ നമുക്ക് ഇലയും തമ്മിലുള്ള ബന്ധം. ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിനക്ക് അല്ലാഹു തരുന്ന മൂന്നാമത്തെ പരീക്ഷണം, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത്. നിനക്ക് അല്ലാഹു നിന്റെ കച്ചവടം, നിന്റെ കൃഷിയിടങ്ങൾ, നിന്റെ സമ്പത്ത് എല്ലാം അല്ലാഹു തകർത്ത് കളയും. നിനക്ക് ഒരുപാട് പ്രയാസങ്ങൾ അല്ലാഹു തരും. നിന്റെ കച്ചവടം മുഴുവനും പോകും, നിന്റെ സമ്പത്ത് മുഴുവനും പോകും, ലക്ഷങ്ങളുടെ കടം വരും. നീ പിടിച്ചു നിൽക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കച്ചവടമൊക്കെ പോയ എന്ത് പറയണം? ലക്ഷങ്ങളുടെ കച്ചവടം നഷ്ടത്തിലായി, ബിസിനസ് ഒക്കെ തകർന്നു പോയി, എന്ത് ചെയ്യണം? എന്റെ പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ ചെയ്താ പോയത് വരൂല്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ക്ഷമിക്കൽ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ പറയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് പറയണം? എന്ത് പറയണം? ലക്ഷങ്ങളുടെ നഷ്ടം വന്ന എന്ത് പറയണം? SLC പരീക്ഷയുടെ റിസൾട്ട് വന്നു, തോറ്റുപോയ എന്ത് പറയണം? എന്ത് പറയണം? പറയട, എന്ത് പറയണം? ഉണ്ടായിരുന്ന ജോലി പോയി, എന്ത് പറയണം? ക്യാൻസർ ആണെന്ന് ഡോക്ടർ വന്ന് പറഞ്ഞു, എന്ത് പറയണം? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? അൽഹംദുലില്ലാ പറയണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു എന്ത് പരീക്ഷണം തന്നാലും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ പറയണം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നീ ഇപ്പൊ എന്ത് വന്നാലും, ഞങ്ങളിപ്പോ വരുമ്പോ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ ഒരു സഹോദരൻ അല്ലാഹുവേ മൂത്രമൊഴിക്കുമ്പോ അദ്ദേഹം കരയുവാടോ. ഞാൻ നോക്കുന്നൊരു മനുഷ്യൻ വേദന സഹിക്കാൻ കഴിയാതെ കണ്ണിലൂടെ കണ്ണുനീർ. അല്ലാഹു ഈ ഹാഫിളീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ശുഭ കൊടുക്കുമാറാകട്ടെ. അല്ലാഹു പ്രയാസം മാറ്റി കൊടുക്കുമാറാകട്ടെ. എന്തെല്ലാം രോഗങ്ങൾ അല്ലാഹു നമുക്ക് രോഗങ്ങൾ തരും, പ്രയാസങ്ങൾ തരും. അൽഹംദുലില്ലാ, അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. പടച്ചവനൊരു വഴിയില്ലെങ്കിൽ അടുത്ത വഴി തുറന്നു തരും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഇരിക്കണ എല്ലാവർക്കും എന്തെങ്കിലും പ്രയാസമുണ്ടാകും. പ്രയാസമില്ലാത്ത ആരുമില്ല. ദുഃഖിച്ചിരിക്കുന്നുണ്ടെങ്കിലും നമ്മളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. അല്ലാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. അല്ലാഹുവേ, ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? അല്ലാഹുവേ, ഹുബൈബ് തങ്ങൾ അല്ലാഹുവോട് സങ്കടം പറയുകയാ.
മരിക്കാനുള്ള പേടി കാരണമല്ല, ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിച്ചതിന് സങ്കടം പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരം കഴിഞ്ഞോ, ഉബൈബ് തങ്ങൾ എഴുന്നേറ്റു, ശത്രുക്കള് പൊയ്യിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ്. കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറ്റി. ശത്രുക്കള് പറഞ്ഞു, ഉബൈബിന്റെ മുഖം ഞങ്ങൾക്ക് കാണണം, മുഖം മറയ്ക്കണ്ട. ഉബൈബ് തങ്ങളുടെ മുഖം മറച്ചില്ല. കയ്യും കാലും കെട്ടുകയാണ്. കൈകാലുകൾ കെട്ടി, കഴുത്തില് കയറിട്ടു. ഉബൈബ് തങ്ങളുടെ കഴുത്തില് കയറിട്ടിട്ട് മുറുക്കുകയാ. അപ്പൊ ശത്രുക്കള് ചോദിക്കുന്ന, ഹുബൈബേ ഇനിയെങ്കിലും പറയടാ, ഇനിയെങ്കിലും പറയടാ, മതം മാറുവോ, പഴയ മതത്തിലേക്ക് വരുമോ? ഉബൈബ് തങ്ങൾ പറഞ്ഞു, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മതം മാറൂല. ശത്രുക്കൾക്ക് ദേഷ്യമായി കുന്തമെടുത്തുകൊണ്ട് വന്നിട്ട് ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിലും വയറ്റിലും കുത്തിയിറക്കുകയാ. പച്ച ഇറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാണ്. ഉബൈബ് തങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല, കരയുകയാണ്. പച്ച ഇറച്ചി വലിച്ചെടുക്കുമ്പോ ഉബൈബ് തങ്ങളെ വേദന സഹിക്കാൻ കഴിയാതെ കഴുകുമരത്തിൽ കിടന്ന് പിടയുകയാ. താഴെ നിന്ന് കളിയാക്കുകയാണ്, താഴെ നിന്ന് പരിഹസിക്കുകയാ. ഉബൈബിനെ കണ്ടിട്ട് അവര് കളിക്കുകയാ, ചിരിക്കുകയാ. ഉബൈബ് തങ്ങൾ കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ, കഴുത്തിൽ കയറ് മുറുക്കുമ്പോ അതാ വരികയാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. ഉബൈബ് തങ്ങളുടെ മുമ്പിലേക്ക് മലക്കുകൾ ഇറങ്ങി വരികയാണ്. അല്ലാഹുവേ, കഴുകുമരത്തിൽ കിടന്ന ഹുബൈബിനോട് മലക്കുകൾ ചോദിക്കുകയാ, എന്തിനാ ഹുബൈബേ കരയുന്നത്, എന്തിനാ പേടിക്കുന്നത്? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. മലക്കുകൾ അവിടുന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് മലക്കുകൾ പറയുന്നു, ഹുബൈബ് വിളിച്ചു പറയടാ, വിളിച്ചു പറയടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിസ്കരിക്കുന്ന വാപ്പാ, നിസ്കരിക്കുന്ന ഉമ്മമാരെ, നിനക്ക് ശഹാദത്ത് കലിമ പറഞ്ഞു തരാൻ ആള് വേണ്ട. നിന്റെ വാപ്പയോ നിന്റെ ഉമ്മയോ നിന്റെ ഭർത്താവോ നിന്റെ മക്കളോ നിന്റെ കൂടപ്പറപ്പോ നിന്റെ കുടുംബക്കാരോ വേണ്ട. ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് കഴുകുമരത്തിൽ കിടന്ന് മരണവെപ്രാളത്തിൽ പിടയുമ്പോ മലക്കുകൾ പറയുന്നു, പറയടാ ഹുബൈബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറക്കെ പറയടാ ഹുബൈബ്. സിറാജ് വെറുതെ പറഞ്ഞതല്ല, അള്ളാന്റെ ഖുർആനാടോ പറഞ്ഞത്. മരിക്കാൻ കിടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ പറയുകയാ, ഞാൻ നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരനാ. പറവാപ്പാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹുബൈബ് തങ്ങളെ ശഹാദത്ത് കലിമ വിളിച്ചു പറയുകയാണ്. കണ്ണു തള്ളിയടോ, അതുവരെ സന്തോഷിച്ചു കൊണ്ടിരുന്നവന്മാര്, ഉബൈബിനെ കളിയാക്കിക്കൊണ്ടിരുന്നവന്മാര്, അവരുടെ കണ്ണ് തെള്ളുകയാ. ശഹാദത്ത് കലിമ വിളിച്ചു പറഞ്ഞപ്പോ അവരുടെ ഹൃദയത്തിൽ ഇടിത്തി വീണതുപോലെ ഭയന്നു പോയടോ. ചിരിക്കടാ ഹുബൈബ്, ചിരിക്കടാ ഹുബൈബ്, നിന്നെ കളിയാക്കിയവന്മാരുടെ മുഖത്ത് നോക്കി ചിരിക്കടാ. ഉബൈബ് റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ടവര്, കഴുകുമരത്തിൽ തൂങ്ങിക്കിടന്നപ്പോ കണ്ണ് തള്ളിയില്ല, വായിലൂടെ പതയും നുരയും വന്നില്ല, നാവ് കടിച്ചു പിടിച്ചില്ല, മലമൂത്ര വിസർജനം നടത്തിയില്ല. കഴുകുമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഹുബൈബിനെ കാണാ തിരക്കായിരുന്നടോ. ഒരു മനുഷ്യൻ പറയുകയാ, ഞാൻ മുസ്ലിമായത് ഹുബൈബിന്റെ ചിരി കണ്ടട്ടാ.
ഹുബൈബിന്റെ ചിരി കണ്ടിട്ടാ ഞാൻ മുസ്ലിമായത്. പടച്ചവനെ ചിരിക്കുകയാണ്. അല്ലാഹുവേ, ഹുബൈബ് കിബിലയുടെ നേരെ തല വെച്ചു. ശത്രുക്കൾ പറഞ്ഞു തല തിരിച്ചു വെക്ക്, അവൻ അങ്ങനെ കടന്ന് ചാകണ്ട, തല തിരിച്ചു വെക്കാൻ പറഞ്ഞു. എത്ര ശ്രമിച്ചിട്ടും ഹുബൈബിന്റെ തല തിരിഞ്ഞില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ നേരെ തലയും വെച്ച് അല്ലാഹ് ശഹാദത്ത് കലിമ വിളിച്ചു പറഞ്ഞു. ചിരിക്കുന്ന മുഖത്തോടെ ഹുബൈബ് ഷഹീദാവുകയാ. പെങ്ങളെ, മരണമെന്ന് പറഞ്ഞാൽ ഇതാ, ഇതിനാണ് മരണമെന്ന് പറയുന്നത്. ശത്രുക്കൾ പറഞ്ഞു പുഴുത്തു നാറട്ടെ, ഇവന്റെ ശരീരം അടിക്കാൻ അനുവദിക്കരുത്, മുഹമ്മദിനും അനുയായികൾക്കും കൊടുക്കരുത്. ഹുബൈബിന്റെ ശരീരം അവിടെ തൂക്കിയിട്ടിരിക്കുകയാണ്, കാവല് നിൽക്കുകയാണ്, ശത്രുക്കള് കാവല് നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നിബിതങ്ങൾക്ക് സങ്കടമായി, നിബിതങ്ങൾക്ക് സങ്കടമായി. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, സ്വഹാബാ, ആരാ എന്റെ ഹുബൈബിന്റെ ജനാസ കബറടക്കുന്നതാരാ? കാണണോ സഹോദരാ? ഇന്നും മദീനത്ത് പോകുമ്പോ കാണാമല്ലോ, ഖുർആൻ ബസ്സിൽ പോകുമ്പോ കാണാമല്ലോ, ഹുബൈബ് തങ്ങളുടെ ജനാസ തൂക്കിയിട്ടിരുന്ന ആ മലമുകൾ നിങ്ങൾക്ക് കാണാമല്ലോ. അവിടെ തൂക്കിയിട്ടിരിക്കുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, ആര് പോകും? ഒരു ചെറുപ്പക്കാരൻ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ഞാൻ പോകാൻ നബിയേ, ഹുബൈബിന്റെ ജനാസ ഞാൻ കബറടക്കാൻ നബിയേ. നബി തങ്ങൾ അനുവാദം കൊടുത്തു. അവിടെ നിന്ന് പോവുകയാണ്, അവിടെ നിന്ന് പോവുകയാണ്. ആ ചെറുപ്പക്കാരൻ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? ശത്രുക്കൾ മുഴുവനും കള്ള് കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാവല് നിൽക്കുന്നവർ മുഴുവനും കള്ള് കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് അവൾ ഓടി വരികയാണ്. ശത്രുക്കളുടെ ഭാഗത്തേക്ക് ഓടി വരികയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, ഹുബൈബിന്റെ തലയെവിടെ? ഹുബൈബിന്റെ തലയെവിടെ? എന്തിനാ പെണ്ണ് ഈ ചത്ത് കിടക്കുന്ന ഹുബൈബിന്റെ തല നിനക്കെന്തിനാ? ഈ പുഴുത്ത് നാറിക്കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ? ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഹുബൈബിന്റെ തല വെട്ടി പൊളിച്ച് തലച്ചോറെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് അവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാനാ. ഹുബൈബിന്റെ തലയോട്ടിക്കകത്തെനിക്ക് കള്ളൊടിച്ചു കുടിക്കണം, ശപഥം ചെയ്തിട്ട് വന്നതാണ്. നിങ്ങളിലാരാ വെട്ടിത്തരുന്നത്? ഹുബൈബിന്റെ തല കൊണ്ട് എന്റെ കയ്യിൽ തന്നാ എന്റെ ശരീരം ഞാൻ പകരം തരാ. പെണ്ണിന്റെ ശരീരം കാണുമ്പോ അതാ കള്ളു വലിച്ചെറിഞ്ഞു, അതാ അരയിൽ കിടന്ന വാള് വലിച്ചൂരി മഹാനായ ഹുബൈബ് തങ്ങളുടെ തലവെട്ടാ ചെറുപ്പക്കാര് ഓടുമ്പോ സ്വഹാബി പറയുകയാ, ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. എന്തേ നടക്കുന്നതെന്ന് കാണാറ്. സുബ്ഹാനല്ലാഹ്, തലവെട്ടാ പോയവന്മാര് മുഴുവനും ജീവനും കൊണ്ടോടുകയാ. എന്തേ സംഭവിച്ചതെന്നറിയില്ല. എല്ലാവരും ഓടുകയാണ്, ഒന്നും കാണാൻ കഴിയുന്നില്ല. കുറച്ചു സമയം കഴിഞ്ഞു. ഈന്തപ്പന മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഹുബൈബ് തങ്ങളുടെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്തേക്ക് സ്വഹാബി ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ജനാസ കാണുന്നില്ല. എന്തേ സംഭവിച്ചതെന്നറിയുന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, നബി തങ്ങളുടെ മുമ്പിലേക്ക് പോകുകയാണ്. നടന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ. സ്വഹാബാ, എന്റെ ഹുബൈബിനെ കബറടക്കി സ്വഹാബാ. ആരാനബിയോ വഴുത കേൾക്കാമെന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, ഗുളിക കടിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് അല്ലാഹുവിന്റെ പള്ളിയിൽ പോകുന്ന
വാപ്പാ വെറുതെയാണെന്ന് തോന്നുന്നുണ്ടോ? ഇതൊക്കെ വെറുതെയാണെന്ന് തോന്നുന്നുണ്ടോ? നിനക്കല്ല തരുന്ന പ്രതിഫലം കേൾക്കണോ? ഉപൈബതങ്ങളെ കബറടക്കിയതാരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഒരു ദിവസം ഇവിടത്തെ പള്ളിയിൽ വിളിച്ച് പറയുമല്ലോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ച് പറയുമല്ലോ. നാട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിൽ വരുമല്ലോ, ടാർപ്പ് കെട്ടുമല്ലോ, കസേര നിരത്തുമല്ലോ. പടച്ചവനെ, വീടിന്റെ പരിസരത്ത് ചൂടുവെള്ളം തയ്യാറാകുമല്ലോ. അവിടെ നിന്ന് വെള്ളം തിളപ്പിക്കുകയാ, നിന്റെ ജനാസ എടുക്കുകയാണ്, വീടിന്റെ പുറകിൽ കൊണ്ടുപോയി കിടത്തുകയാണ്, നഖത്തിനടിയിൽ അഴുക്കുകൾ എടുക്കുകയാ, നിന്റെ ജനാസ കുളിപ്പിക്കുകയാ, നജസുകൾ മുഴുവനും ഒഴിവാക്കുകയാ. നല്ലതുപോലെ കുളിപ്പിച്ചു, ഒന്നുപടുപ്പിച്ചു, സുഗന്ധമൊഴിച്ച വെള്ളമൊഴിച്ചു, നല്ലതുപോലെ തുടച്ചു വൃത്തിയാക്കുകയാ. എന്നിട്ട് പറയുന്നു, മാറി നിൽക്കൂ. എല്ലാവരോടും പറയുന്നു, മാറി നിൽക്കൂ. കുഞ്ഞുങ്ങളെ എടുത്തു കൊണ്ടുവരുന്നത് പോലെ നിന്റെ ജനാസ എടുത്ത് വീട്ടിനകത്തേക്ക് കൊണ്ടുപോകുമല്ലോ. 3 കഷ്ടം തുണിയുടെ മുകളിൽ മലർത്തി കിടത്തുകയാ. ഉസ്താദന്മാര് വന്നു, നാട്ടുകാര് വന്നു, കൂട്ടുകാര് വന്നു. നീ വിളിക്കാതെ തന്നെ നിന്റെ വീട്ടിലേക്ക് ജനങ്ങൾ മുഴുവനും ഒഴുകി വന്നു. റബ്ബേ, 3 കഷ്ടം തുണിയുടെ മുകളിൽ മലർത്തി കിടത്തിയിരിക്കുകയാ. അപ്പോഴാണ് ആരോ ചോദിക്കുകയാ, പഞ്ഞി എവിടെ? പഞ്ഞി എവിടെ? എന്തിനാ ചോദിക്കുന്നതെന്നറിയോ? മൂക്കിന്റെ ദ്വാരമോ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. പഞ്ഞിയെടുത്ത് നിന്റെ മൂക്കിന്റെ ദ്വാരത്ത് വെക്കുകയാണ്. കാണേണ്ടവരൊക്കെ കണ്ടോ പൊതിയുകയാണ്. എല്ലാവരും കാണാൻ വരികയാണ്, തിരക്ക് കൂട്ടുകയാണ്. അപ്പോഴാരോ വിളിച്ചു പറയുകയാ, കണ്ടതൊക്കെ മതി പൊതിയാ. സുബ്ഹാനല്ലാഹ്. ഒരു മരണ വീട്ടിൽ നിലവിളി കേൾക്കുന്ന സമയമാ, ഏത് കരയാത്തവരും കരയുന്ന സമയമാ. ജനാസ മയ്യത്ത് കട്ടിലേക്ക് എടുത്തു വെച്ചാൽ അതൊന്ന് ചുമരിലേക്ക് കേറുമ്പോ, എന്റെ ഉപ്പാരെ കൊണ്ടുപോകല്ലേ, എന്റെ കൂടപ്പറപ്പിനെ കൊണ്ടുപോകല്ലേ, എന്റെ ഈ കാനെ കൊണ്ടുപോകല്ലേ. ഉമ്മ കരയുകയാ, സമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ, കാണലെന്നാ പൊന്നെ. ഉമ്മ പോലും ചോദിക്കുകയാ, എല്ലാരും കരയുകയാ. നിന്റെ ജനാസ എടുത്തു വെച്ചു, മയ്യത്ത് കെട്ടില് പൊക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രതിഫലം കേൾക്കണോ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി നിസ്കരിച്ച വാപ്പാ വെറുതെയാകില്ല. വാപ്പാ, ഈ നിസ്കരിച്ചത് വെറുതെയാകില്ല. നിങ്ങളുടെ നാട്ടിലെ പള്ളി തികയൂല. ഇവിടത്തെ പള്ളിക്കകത്ത് സ്ഥലമില്ലടോ. അല്ലാഹുവേ, അകം പള്ളിയും പുറം പള്ളിയും നിങ്ങളുടെ മഹല്ലിലെ പള്ളിയുടെ പരിസരം പോലും നിറയുകയാ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടല്ല, പടച്ചവരെ മുഖ്യമന്ത്രി വരുന്നത് കൊണ്ടല്ല, ഇന്ത്യയുടെ പ്രസിഡന്റ് വരുന്നത് കാരണമല്ല, സൗദിയുടെ ഭരണാധികാരി സൽമാൻ വരുന്നത് കൊണ്ടല്ല. പിന്നെ ആര് വരുമെന്നറിയോ? ലാ യഅസൂന അല്ലാഹ മാ അമറഹും വ